നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലയൺസ് ക്ലബ്ബ് ഓഫ് വഴുത്തല ദശാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും 5 വീടുകളുടെ താക്കോൽദാനവും നടത്തി. വീടുകളുടെ താക്കോൽദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയം ഉദ്ഘാടനവും ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും നടത്തി. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവമാലിന്യ സംസ്കരണത്തിന് നൂതനമായ സാങ്കേതിക വിദ്യയോടെ എയർ മാജിക് എന്ന ഉൽപ്പന്നം പുറത്തിറക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15-ാം തീയതി തൊടുപുഴയിൽ ഫാസിസത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ നഴ്സസ് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ യോഗം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലയൺസ് ക്ലബ്ബ് ഓഫ് വഴുത്തല ദശാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും 5 വീടുകളുടെ താക്കോൽദാനവും നടത്തി. വീടുകളുടെ താക്കോൽദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് 318C ഗവർണർ രാജൻ N. നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് CC ജോൺ വട്ടപ്പാറയിൽ അധ്യക്ഷത വഹിച്ചു. വഴുത്തല ലയൺസ് ക്ലബിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും ലയൺസ് 318C ഗവർണർ രാജൻ N. നമ്പൂതിരിയുടെ PMJFന്റെ ക്ലബ് സന്ദർശനവും വഴുത്തല ലയൺസ് ക്ലബ്ബും വഴുത്തല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളുടെ താക്കോൽദാനവും നടന്നു. രാജൻ N. നമ്പൂതിരി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളുടെ താക്കോൽദാനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഒരു മാതൃകയായി മാറുകയാണ്. 10 വർഷം പ്രവർത്തന മണ്ഡലത്തിലെ 5 വീടുകളുടെ താക്കോൽദാനം സ്വപ്നഭവനം പദ്ധതി പൂർത്തീകരിച്ച് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും അതോടൊപ്പം കോപ്പറേറ്റീവ് ബാങ്കും ഉപരിയായി ലയൺസ് ക്ലബ്ബ് വഴുത്തലയും കൂടി ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വലിയ സംരംഭത്തിന്റെ പൂർത്തീകരണം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് CC ജോൺ വട്ടപ്പാറയിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് 318C ഭാരവാഹികളായ ഡോക്ടർ ജോസഫ് K. മനോജ്, VS ജയേഷ്, KP പീറ്റർ, CB ഫ്രാൻസിസ്, സാംസൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ആൻസി ജോജോ സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ക്ലമന്റ് ഇമ്മാനുവൽ, തമ്പി എരുമേലിക്കര, മിഥുൻ ജോസ് പൊന്നാട്ട്, ജോൺ ജോർജ് വട്ടപ്പാറയിൽ, ശ്രീജിത്ത് ശ്രീധർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓമന ചെലപ്പൻ, ബിന്ദു സന്തോഷ്, ലിസി സുരേഷ്, ബാബു TC, ലിസി ജോർജ് എന്നിവരാണ് ഗുണഭോക്താക്കൾ. ശതാബ്ദി വർഷത്തിൽ വഴുത്തല ക്ലബിനെ നയിച്ചതും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതും പ്രസിഡന്റ് CC ജോൺ, സെക്രട്ടറി പ്രീതി പീറ്റർ, ട്രഷറർ ഷൈനി തോമസ്, മറ്റ് വനിതാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടുന്ന നേതൃത്വമാണ്. ന്യൂസ് ബ്യൂറോ, വഴുത്തല. അയ്യപ്പൻ കോവിൽ ആലടിക്ക് സമീപം പോത്തിൻകയത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. നെടുങ്കണ്ടം തെങ്ങുവിളയിൽ ബിനു ജെയിംസിന്റെ മകൻ ജസ്ബിനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. കുളിക്കാനിറങ്ങിയ യുവാവ് കാൽവഴുതി പെരിയാറിന്റെ ആഴത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവ് മരിച്ചിരുന്നു. ഉപ്പുതറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കട്ടപ്പനയിലെ സീമാസ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് സ്റ്റാഫായിരുന്നു യുവാവ്. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയം ഉദ്ഘാടനവും ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും നടത്തി. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. താക്കോൽദാനവും നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നിയോജകമണ്ഡല മുൻ MLA എൽദോ എബ്രഹാമിന്റെ 2017-2018 വർഷത്തെ നിയോജകമണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ നിയോജകമണ്ഡലം മുൻ MLA എൽദോ എബ്രാഹിമിന്റെ 2017-2018 വർഷത്തെ നിയോജകമണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിരിക്കുന്ന പഞ്ചായത്ത് കെട്ടിടം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ വളരെ സന്തോഷം തോന്നി.
കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒരുക്കിയിട്ടുള്ളത്. ചേംബർ ഏതാണ്ട് മന്ത്രിയുടെ ചേംബറിനോട് കിടപിടിക്കും, പ്രസിഡന്റ്. അതങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ ലൈഫിൻ്റെ താക്കോൽദാനം കൂടിയുണ്ട്. ലൈഫ് 5,47,000-ത്തിലധികം പേർക്കാണ് നമ്മൾ ലൈഫ് പദ്ധതി തുടങ്ങിയ ശേഷം ഇതുവരെ ധനസഹായം അനുവദിച്ചത്. അതിൽ 4,51,000-ത്തിലധികം പേർ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങി. ചെറിയ കാര്യമല്ല, 4.5 ലക്ഷത്തിലധികം ആളുകൾ ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 18,080 കോടിയാണ് കേരളം ലൈഫ് ഭവന പദ്ധതിക്ക് ചെലവഴിച്ചത്. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ഏട്ടുപാറയിൽ, വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി, വാർഡ് മെമ്പർമാരായ സുമിത സാബു, ജോർജ് ഫ്രാൻസിസ്, ലാലി സ്റ്റെബി, അനിൽ കെ മോഹനൻ, സീമോൾ ബൈജു, ഷൈനി ജെയിംസ്, ബാബു മനക്കപ്പറമ്പൻ, പ്രേമലത, PT പ്രസാദ്, PWD ബിൽഡിംഗ്സ് എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് C എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ കൺവെൻഷൻ തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ ടോം തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തോമസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ 80 വയസ്സ് പിന്നിട്ട അംഗങ്ങളെ ആദരിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് കോൺഫെഡറേഷന്റെ 2ാമത് ജില്ലാ കൺവെൻഷൻ തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാന അധ്യക്ഷൻ ടോം തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തോമസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി KG തോമസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ 80 വയസ്സ് പിന്നിട്ട അംഗങ്ങളായ K ഗോപാലകൃഷ്ണൻ, TV ഫ്രാൻസിസ് എന്നിവരെ ആദരിച്ചു. ബാങ്ക് റിട്ടയറീസ് നേരിടുന്ന പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് അംഗങ്ങൾ ചർച്ച ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് VK സദാശിവൻ പിള്ള സ്വാഗതവും ജനറൽ കൺവീനർ ബാബു ഗണേശൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. അതല്ലെങ്കിൽ 1960-കളില് നമ്മളുടെ ബൈലാറ്ററൽ എഗ്രിമെന്റ്, ബൈപാർട്ടി സെറ്റിൽമെന്റ് നിലവിൽ വന്നപ്പോഴാണ് അന്ന് തുടങ്ങിയ പെൻഷന് വേണ്ടിയുള്ള വാദം 35 കൊല്ലം കഴിഞ്ഞ് 1995-ലാണ് നമ്മൾ നേടിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 95 പെൻഷൻ വന്നപ്പോൾ നമ്മൾ ഓഫീസേഴ്സ് സംഘടനകൾ പ്രധാനമായിട്ട് വെച്ച ഡിമാൻഡ് നമ്മളുടെ പെൻഷൻ, ഓഫീസേഴ്സിനായാലും അവാർഡ് സ്റ്റാഫിനായാലും പെൻഷൻ ഒരു തേർഡ് ബെനിഫിറ്റ് ആയിട്ട് നമ്മുടെ PF മുഴുവൻ തിരിച്ചു തന്നുകൊണ്ട്, നമ്മുടെ കോൺട്രിബ്യൂഷൻ തിരിച്ചു തന്നുകൊണ്ട് അതിന്റെ പലിശ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഉള്ള ഒരു രീതിയിൽ അഡീഷണൽ ഒരു തേർഡ് ബെനിഫിറ്റ് ആയിട്ട് വേണം. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഒരു വിമുഖത പ്രകടിപ്പിച്ചു. പക്ഷെ സർക്കാർ വളരെ ശക്തമായിട്ട് മറ്റു പെൻഷൻ വ്യവസ്ഥകൾ മാത്രമേ പറ്റുള്ളൂ, തേർഡ് ബെനിഫിറ്റ് പറ്റുകയില്ല എന്ന ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ നമ്മുടെ ഓഫീസേഴ്സ് സംഘടന പിന്നീട് നമ്മൾ സെക്കൻഡ് ഓപ്ഷന് വേണ്ടി വാദിക്കുകയായിരുന്നു. അതിനുവേണ്ടി നമ്മൾ 95 മുതൽ 2010 വരെ 15 കൊല്ലം അതിനുവേണ്ടി കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 2010 നമ്മൾ പെൻഷൻ 2009 നവംബർ എഫക്റ്റീവ് ആയിട്ട് സെക്കൻഡ് ഓപ്ഷൻ വന്നത് നമുക്ക് വലിയ, കാരണം നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ വേണം നമ്മുടെ ഓഫീസേഴ്സ് അസോസിയേഷൻ അന്ന് ഇക്കാര്യത്തിൽ പ്രതികരിക്കുക. കാരണം നടക്കില്ല എന്നത് വന്നപ്പോൾ പകരം നമ്മൾക്ക് ഓപ്റ്റ് ചെയ്യാൻ മാറി നിന്നപ്പോൾ ആ നഷ്ടം വരുത്താതിരിക്കാൻ വേണ്ടി സെക്കൻഡ് ഓപ്ഷൻ നേടിയെടുക്കുകയാണ്. ജൈവ മാലിന്യ സംസ്കരണത്തിന് നൂതനമായ സാങ്കേതിക വിദ്യയോടെ എയർ മാജിക് എന്ന ഉൽപ്പന്നം പുറത്തിറക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ സീസർ പാലസിൽ നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ലോഞ്ചിംഗ് നിർവഹിക്കും. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥാ വിഷയമാണ് ജൈവമാലിന്യ സംസ്കരണം. ഭക്ഷണാവശിഷ്ടങ്ങൾ, മാംസം, മീൻ, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെയും അവശിഷ്ടങ്ങൾ മൂലം പരിസര മലിനീകരണവും ദുർഗന്ധവും ദിനംപ്രതി അസഹനീയമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമായിട്ടാണ് അസ്റ്റാസ് എയർ മാജിക് ഫോൾസ്മെൽ റിമൂവർ എന്ന നൂതന ഉൽപ്പന്നം എത്തിയിട്ടുള്ളത്. ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിപ്പോൾ ഉദാഹരണം ഹോട്ടൽ ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മാലിന്യം വരുന്ന വേസ്റ്റ് അത് STP യൂസ് ചെയ്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, ഒരു ഔട്ട് കിട്ടാത്തൊരു പ്രശ്നം, ഇത് ഡംപ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. അതിനെ കുറിച്ച് നമ്മളൊരു 7 വർഷം റീസർച്ച് നടത്തി ഒരു 2 വർഷം ഇതൊരു ട്രയലിലേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഇടുക്കി ജില്ലയിൽ ഓൾമോസ്റ്റ് ഇവിടെ ഫേമസ് ആയ കുറച്ച് ഹോട്ടൽസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടി തുടങ്ങി. ഇതുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്ര അസനീയമായിട്ടുള്ള സ്മെല്ലാണെങ്കിലും വേസ്റ്റ് വാട്ടർ ആണെങ്കിലും ഇത് യൂസ് ചെയ്ത് നമുക്ക് അത്
വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും. ട്രീറ്റ് ഔട്ട് നമുക്കത് പ്യൂരിഫൈ ചെയ്ത് കിട്ടും. അതത് STP ചെയ്യുന്ന അതേ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ പൗഡർ ചെയ്യുന്നത്. എയർ മാജിക്കിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് 15-ന് രാവിലെ 9-ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. സീസർ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിക്കും. കേരള കോൺഗ്രസ് പാർട്ടി കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, സംസ്കാര സമിതി സ്റ്റേറ്റ് വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ, തൊടുപുഴ DYSP ഇമാനുവൽ പോൾ, കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, അസ്റ്റസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ ഷെരീഫ് എന്നിവർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമ്പനി ജനറൽ മാനേജർ കിഷോർ KK, മാനേജിംഗ് ഡയറക്ടർ അൻവർ ഷെരീഫ്, ടെക്നിക്കൽ എഞ്ചിനീയർ ഹർഷാദ് PP, CEO അനസ് CA, മാർക്കറ്റിംഗ് മാനേജർ നജ്ബുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂബിലി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ, അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ മാത്യു എടാട്ടെ എന്നിവർക്ക് യാത്രയയപ്പും നൽകി. കോതമംഗലം രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ പുതിയ ബ്ലോക്ക് വെഞ്ചരിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഫാദർ ഷാജി മാത്യു മുണ്ടയ്ക്കൽ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലാബ് ആൻഡ് ലൈബ്രറി ബ്ലോക്കിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നിർവഹിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി സുസജ്ജമായ ലൈബ്രറി, റീഡിംഗ് റൂം, കമ്പ്യൂട്ടറൈസ്ഡ് മാത്തമാറ്റിക്സ് ലാബ്, കൌൺസിലിംഗ് റൂം, ക്ലാസ് മുറികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ ബ്ലോക്ക്. കോതമംഗലം രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ പുതിയ ബ്ലോക്ക് വെഞ്ചരിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഫാദർ ഷാജി മാത്യു മുണ്ടയ്ക്കൽ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മംഗലപ്പുഴ മേജർ സെമിനാരി റെക്ടറായി നിയമിതനായ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ, അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ മാത്യു എടാട്ട് എന്നിവർക്ക് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. വികാരി ജനറൽ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, രൂപത എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഫാദർ ഷാജി മാത്യു മുണ്ടയ്ക്കൽ എന്നിവർ അഭിനന്ദിച്ചു. ഹെഡ്മാസ്റ്റർ സജി മാത്യു സ്വാഗതവും പ്രിൻസിപ്പൽ ബിസോയി ജോർജ് നന്ദിയും പറഞ്ഞു. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15-ാം തീയതി തൊടുപുഴയിൽ ഫാസിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ മൈതാനിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഹിറ്റ്ലറിന്റെ നാസിപ്പടയെ സോവിയറ്റ് യൂണിയന്റെ ചെമ്പട കീഴ്പ്പെടുത്തിയതിന്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് CPM ജില്ലാ കമ്മിറ്റി ഫാസിസത്തിനെതിരെ 15-ന് ക്യാമ്പയിൻ നടത്തും. വ്യാഴം വൈകിട്ട് 5-ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. നാസി ജർമ്മനി സോവിയറ്റ് യൂണിയന് മുന്നിൽ ഔപചാരികമായി കീഴടങ്ങി 8 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും റഷ്യൻ ഗവൺമെന്റ് അടക്കം വിവിധ രാജ്യങ്ങൾ ഈ ഐതിഹാസിക വിജയം വിജയദിനമായി വിപുലമായി ആചരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് CPIM സംസ്ഥാന വ്യാപകമായി ഫാസിസത്തിനെതിരെ ചെമ്പടയുടെ വിജയദിനം ആചരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VV മത്തായി, KL ജോസഫ്, TK ശിവൻ നായർ, TR സോമൻ, PP സുമേഷ്, തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് തുടങ്ങിയവർ പങ്കെടുക്കും. 1945 മെയ് 8-ന് ജർമ്മൻ നാസിപ്പടയെ സോവിയറ്റ് യൂണിയൻ ചുവപ്പ് സേന 2 ലക്ഷത്തോളം രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് വിജയം കൈവരിച്ചതിന്റെ 80-ാം വാർഷികമാകും മെയ് മാസം 9-ാം തീയതി. അതിന്റെ ഭാഗമായി കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ ഫാസിസത്തിനെതിരെ നേടിയ വിജയത്തിന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഫാസിസത്തിനെതിരെയുള്ള ക്യാമ്പയിൻ നടത്തുകയാണ്. ആ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പങ്കെടുത്തുകൊണ്ട് ഈ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ താലൂക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പരിപാടി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി, ഏരിയ സെക്രട്ടറിമാരായ TR സോമൻ, ലിനു ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2-ാം ഭാഗം, പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി എന്നിവയുടെ പ്രകാശനം നടന്നു. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2-ാം ഭാഗത്തിന്റെ പ്രകാശനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ N. അനിൽകുമാറും പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി രൂപരേഖയുടെ പ്രകാശനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ B. ബാലകൃഷ്ണനും നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2-ാം ഭാഗം, പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി എന്നിവയുടെ പ്രകാശനം നടന്നു. ജില്ലയിൽ പ്രസ്തുത പദ്ധതികൾ രണ്ടും പൂർത്തീകരിക്കുന്ന ആദ്യ BMCയാണ് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി അധ്യക്ഷത വഹിച്ചു. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2-ാം ഭാഗത്തിന്റെ പ്രകാശനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ
ഡോക്ടർ എൻ അനിൽകുമാറും പ്രാദേശിക ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി രൂപരേഖയുടെ പ്രകാശനം സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണനും നിർവഹിച്ചു. ഈ ജൈവവൈവിധ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജൈവവൈവിധ്യ സമ്പന്നമായ ഒരു സ്ഥലമാണ്. ഞാൻ നോക്കുകയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഈ ക്ഷേമം എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? ഐശ്വര്യം. അപ്പോൾ ഈ ക്ഷേമം നമുക്ക് ഏറ്റവും വലിയ ക്ഷേമം, ഏറ്റവും വലിയ ഐശ്വര്യം യഥാർത്ഥത്തിൽ പ്രകൃതിയാണ്. മനുഷ്യൻ അവന് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വന്നതാണ്. നമ്മൾ പ്രകൃതിയുമായിട്ട് നേരിട്ട് ഇടപെട്ട് ജീവിച്ചവരാണ്. പിന്നീടാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാറി മാറിപ്പോയത്. കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് പ്രകൃതിയിൽ നമ്മൾ അകന്നു. അപ്പോൾ ഐശ്വര്യമുള്ള ക്ഷേമമുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ പണ്ട് മനുഷ്യൻ വന്ന് സെറ്റിൽ ചെയ്ത പ്രദേശങ്ങൾ, അവിടെ നല്ല വെള്ളം ഉണ്ടാവണം. അതുകൊണ്ടാണ് എല്ലാ സംസ്കാരവും ലോക സംസ്കാരവും ഒക്കെ നദീതട സംസ്കാരമാണ്. നദി വന്നു കഴിഞ്ഞാൽ നദിയോടൊപ്പം എക്കലും മണലും നല്ല ഫലഭൂഷ്ടിയായ പ്രദേശം. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം മുൻനിർത്തി കാലാവസ്ഥാ വ്യതിയാനത്തെ അനുരൂപപ്പെടുത്തുന്നതിനുള്ള പദ്ധതി രേഖയാണ് പ്രാദേശിക ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി. പ്രദേശത്തെ ജൈവ വിഭവങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്കുള്ള അറിവുകളും നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായുള്ള നിരന്തരം ഇടപെടലുകളിലൂടെ ആർജിച്ച നാട്ടറിവുകളും രേഖപ്പെടുത്തുക എന്നതാണ് ജനകീയ രജിസ്റ്ററിന്റെ ഉദ്ദേശം. ഏകദേശം 10 വർഷം മുൻപ് തയ്യാറാക്കിയ രജിസ്റ്ററിൽ വിട്ടുപോയ കാര്യങ്ങൾ, പുതിയ വിവരങ്ങൾ ഇവ ചേർത്താണ് 2 ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാദേശിക ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺവീനറായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാൻസൺ അക്കക്കാട്ടിനെ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ചെയർമാൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി, സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ വിമൽ കുമാർ CS, സീനിയർ റിസർച്ച് ഓഫീസർ ഡോക്ടർ ബൈജുലാൽ, ജില്ലാ കോർഡിനേറ്റർ അശ്വതി VS, ഭരണസമിതി അംഗങ്ങൾ ആൻസി സിറിയക്, ബൈജു വറവുങ്കൽ, ബിജി ജോമോൻ, ഷേർലി സെബാസ്റ്റ്യൻ, ബിബിൻ അഗസ്റ്റിൻ, സന്തോഷ് കുമാർ MM, ജീസ് ആയത്തുപാടം, സോണിയ ജോബിൻ, സാൻസൺ അക്കക്കാട്ട്, AN ദിലീപ് കുമാർ, റെജി ജോൺസൺ, ടെസി വിൽസൺ, N സദാനന്ദൻ, പുഷ്പ വിജയൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഗസ്റ്റിൻ VA എന്നിവർ സംസാരിച്ചു. BMC അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി ജില്ലയിൽ നഴ്സസ് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നഴ്സസ് വാരാഘോഷം ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ DMO ഡോക്ടർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം DNO ഇൻചാർജ് ജോസി ഫ്രാൻസിസ് പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് വർണ്ണാഭമായ റാലിയും നടത്തി. തുടർന്ന് സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് നിർവഹിച്ചു. നഴ്സസ് ദിനം ജില്ലയിൽ സമുചിതമായി ആഘോഷിച്ചു. നഴ്സസ് വാരാഘോഷം ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ DMO ഡോക്ടർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ വെച്ച് സമാപന സമ്മേളനം നടന്നു. DNO ഇൻചാർജ് ജോസി ഫ്രാൻസിസ് പതാക ഉയർത്തി. മുട്ടം സ്കൂൾ ഓഫ് നഴ്സിംഗിലെ സീനിയർ നഴ്സിംഗ് ട്യൂട്ടർ ഷൈനി നഴ്സസ് ദിനപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇതിനോടനുബന്ധിച്ച് വർണ്ണാഭമായ റാലിയും നടത്തി. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് KN വിജി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബുവിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച യോഗം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം അത് നേഴ്സുമാരാണ് എന്ന് പറയാൻ ഒരു സംശയമുള്ള അവസ്ഥ. ലോകം നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രധാന ജീവവായുവായി നിലനിൽക്കുന്ന നമ്മുടെ നേഴ്സുമാര് ഈ സമൂഹത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി അവർ നിർവഹിക്കുന്ന സേവനങ്ങളാണ്. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും മറക്കാൻ കഴിയാത്തതും ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ്. റവറന്റ് സിസ്റ്റർ മേരി ആലപ്പാട്ട് നഴ്സസ് ദിന സന്ദേശം നൽകി. KN വിജി, PA ജാൻസി, ലിസി വർഗീസ്, ഡോക്ടർ വത്സമ്മ ജോസഫ്,
MR രജനി, മിനി ശ്രീധരൻ, സോണിയ ആന്റണി, റംസീന, അഫ്സൽ അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്നു. വിവിധ മേഖലകളിൽ നിന്നും വിരമിച്ച നഴ്സുമാരെ ആദരിച്ചു. ഇത്തവണത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ സംസ്ഥാന അവാർഡ് ജേതാക്കളായ PN അരുൺകുമാർ, G ജോൺ, ജില്ലാതല പുരസ്കാരം നേടിയ മേഴ്സി ചാക്കോ എന്നിവരെ അനുമോദിച്ചു. തുടർന്ന് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾക്ക് ശേഷം സമ്മേളനം അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ജൂൺ 17 തൊടുപുഴയിൽ നടക്കും. തൊടുപുഴ ജോഷ് പവലിയനിൽ സംഘടിപ്പിക്കുന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണ യോഗം മെയ് 19 ഉച്ചയ്ക്ക് 2 തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൊടുപുഴ ഡിവൈഎസ്പി ഇമാനുവൽ പോൾ, വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസ്, പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ, പ്രസിഡന്റ് A സുധീർ ഖാൻ, ട്രഷറർ GP അഭിജിത്ത്, ജില്ലാ സെക്രട്ടറി EG മനോജ് കുമാർ, പ്രസിഡന്റ് S സനീഷ് കുമാർ, ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് H സനിൽകുമാർ എന്നിവർ സംസാരിക്കും. ഇടതു സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് PG ജോസഫ് MLA. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കരിങ്കുന്നം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവെൻഷനോടനുബന്ധിച്ച് കരിങ്കുന്നത്തെ മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ആദരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ടൗണിൽ പ്രകടനവും നടത്തി. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, പ്രൊഫസർ MJ ജേക്കബ്, പ്രൊഫസർ ഷീല സ്റ്റീഫൻ, M മോനിച്ചൻ, അഡ്വക്കേറ്റ് KM ജോർജ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ഇടത് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും അധാർമികതയും അനീതിയും മുഖമുദ്രയാക്കിയ ഭരണമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും PG ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കരിങ്കുന്നം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടത്തിന്റെ ധൂർത്തും ദുർവിനിയോഗവും കേരളത്തിന്റെ സാമ്പത്തിക നിലയെ സമാനതകളില്ലാത്ത വിധം തകർച്ചയിലാക്കി. യുവാക്കളോട് പ്രതിബദ്ധതയില്ലാത്ത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ട ഈ സർക്കാരിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൺവെൻഷനോടനുബന്ധിച്ച് കരിങ്കുന്നത്തെ മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ആദരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നഗരത്തിൽ പ്രകടനവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോജി എടാമ്പുറം അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് MP, പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, വനിതാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ജോർജ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തമ്പി മാരുങ്കൽ, കേരള കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബിച്ചൻ കൊച്ചുകരൂർ, ബ്ലെയ്സ് വാഴയിൽ, ജോസ് കാവാലം, ബേബി പൊടിമറ്റം, സുനിൽ വെള്ളിയപ്പള്ളി, ഷിജോ മൂന്നുമാക്കൽ, സ്മിനു പുളിക്കൽ, ജൂഡ് ജെയ്സൺ, ടിൻഡു ജോസ്, സ്വപ്ന ജോയൽ, സ്മിത സിറിക് എന്നിവർ പ്രസംഗിച്ചു. ഒരു വർഷം മുഴുവൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കുട്ടികളുടെ സംഗമം സംഘടിപ്പിച്ചു. ബലിയൻ ബലം എന്ന പേരിൽ നടത്തിയ സംഗമത്തിൽ 700-ലധികം കുട്ടികളാണ് അഭിവന്ദ്യ പിതാവ് ജോർജ് മടത്തിക്കണ്ടത്തിനൊപ്പം ഒരുമിച്ച് കൂടിയത്. കോതമംഗലം രൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗമായ വിജ്ഞാന ഭവന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബലിയൻ ബലം പ്രോഗ്രാം കോതമംഗലം രൂപതയിലെ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. കഴിഞ്ഞ വർഷം 600ഓളം കുട്ടികൾ ഇതിൽ പങ്കെടുത്തു. തുടർച്ചയായി ഒരു വർഷം കുർബാനയിൽ പങ്കെടുത്തവരാണ് അവർ. ഈ വർഷം 700ഓളം നമ്പർ ഉണ്ടായിരുന്നു കുട്ടികൾ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയപ്പോഴേ ഏറെ സന്തോഷമാണ്. ഈശോ ഇന്നും ജീവിക്കുന്നുവെന്നും ഈശോ കുർബാനയിലൂടെ ഈശോ സന്നിഹിതനാണെന്നുള്ള ആ വിശ്വാസം അവരേറ്റുപറയുകയാണ് ചെയ്യുന്നത്.
കുട്ടികളുടെ സ്നേഹത്തെ പ്രതിയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു സമ്മാനത്തിന് വേണ്ടിയല്ല, പ്രത്യേകിച്ച് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എൻ്റെ വൈഫിനെയാണ്. എല്ലാ ദിവസവും ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്താണ്, ഞാൻ വിദേശത്താണ്. എങ്കിലും വൈഫ് എല്ലാ ദിവസവും കുട്ടികളെയും കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് കാണിക്കാറുണ്ട്. അതിന് റിയലി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ പിള്ളേരെ ആണെങ്കിലും രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും അവർ വിളിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അവരെന്നും ഡെയിലി എണീറ്റു പോകാനും അവർക്കും താല്പര്യമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന അതുകൊണ്ട് മാത്രമാണ് എന്നും ഇത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലയൺസ് ക്ലബ്ബ് ഓഫ് വഴുത്തല ദശാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും 5 വീടുകളുടെ താക്കോൽ ദാനവും നടത്തി. വീടുകളുടെ താക്കോൽ ദാനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് കെട്ടിട സമുച്ചയം ഉദ്ഘാടനവും ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നടത്തി. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവമാലിന്യ സംസ്കരണത്തിന് നൂതനമായ സാങ്കേതിക വിദ്യയോടെ എയർ മാജിക് എന്ന ഉൽപ്പന്നം പുറത്തിറക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15-ാം തീയതി തൊടുപുഴയിൽ ഫാസിസത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ നഴ്സസ് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ യോഗം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.